ഹലോ, ഇന്ന് നമുക്ക് നല്ല എളുപ്പത്തിലൊരു തേങ്ങ അരക്കാത്ത ചെറുപയർ കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരക്കപ്പ് ചെറുപയർ നന്നായി കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് നമുക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതും ഒരു 2-3 വെളുത്തുള്ളി നീളത്തിലരിഞ്ഞ് 2 പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ചെറുപയർ മുങ്ങുന്ന രീതിയിൽ കുറച്ചുകൂടി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 4-5 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിൽ വന്നതിന് ശേഷം നമ്മുടെ ചെറുപയർ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമ്മളൊരു പാൻ എടുത്ത് അത് അടുപ്പത്ത് വെച്ചു. ഇനി അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് എന്നിൽ മിസ്സായിപ്പോയി. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചെറുപയറുണ്ടല്ലോ, അതും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുപയർ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. എളുപ്പത്തിൽ നമുക്ക് തേങ്ങ അരക്കാതെ നല്ലൊരു ചെറുപയർ കറി റെഡിയായി. പുട്ടിൻ്റെ കൂടെ ആയാലും നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കറിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം.